ഒരിക്കൽ കൂടി സംഗമോത്സവം 2025 എല്ലാവർക്കും സ്വാഗതം. കാര്യപരിപാടി ആരംഭിക്കുന്നു. പ്രാർത്ഥന മീനാക്ഷി പി, ദിനേശ്, വില്ലീസ് ഷാ, വിമൽ ഷാ. അനുദിനം ഞങ്ങളിൽ അറിവായി വിളങ്ങുന്ന അനുപമ ജ്യോതിസേയൻ പ്രണാമം. അനുദിനം ഞങ്ങളിൽ അറിവായി വിളങ്ങുന്ന അനുപമ ജ്യോതിസേയൻ പ്രണാമം. മണ്ണിലും വിണ്ണിലും മുള്ളിലും പൂവിലും നന്മയായി നീ അണയൂ. മണ്ണിലും വിണ്ണിലും മുള്ളിലും പൂവിലും നന്മയായി നീ അണയൂ. കണ്ണിന് കനവായി കാതിന് കുളിരായി ഉള്ളിലെ ഉണർവായി നീ തെളിയൂ. കണ്ണിന് കനവായി കാതിന് കുളിരായി ഉള്ളിലെ ഉണർവായി നീ തെളിയൂ. അനുദിനം ഞങ്ങളിൽ അറിവായി വിളങ്ങുന്ന അനുപമ ജ്യോതിസേയൻ പ്രണാമം. അനുപമ ജ്യോതിസേയൻ പ്രണാമം. സംഗമം റെസിഡന്റ് സെക്രട്ടറി ശ്രീമതി ജൂസി ശ്യാമിനെ സ്വാഗതം ആശംസിക്കാനായി ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ മാന്യ വ്യക്തികൾക്കും, എൻ്റെ സുഹൃത്തുക്കൾക്കും, എൻ്റെ സ്വന്തം സംഗമം കുടുംബാംഗങ്ങൾക്കും ഈ മരക്കാട്ട് വയലിലെ സംഗമോത്സവം വേദിയിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം പറയുകയാണ്. നമ്മുടെ സംഗമം റെസിഡൻസ് 2008 സ്ഥാപിതമായ നമ്മുടെ സംഗമം റെസിഡൻസ് അതിൻ്റെ 17ാം വാർഷികമാണ് ഇന്ന് ആഘോഷിക്കുന്നത്. ഒട്ടേറെ പ്രത്യേകതകളോടുകൂടിയാണ് നമ്മൾ ഇന്ന് ഇവിടെ ആഘോഷിക്കുന്നത്. ആദ്യമായിട്ടാണ് ഒരു ഡിജിറ്റൽ സ്ക്രീൻ നമ്മുടെ പരിപാടിയിൽ കൊണ്ടുവരാൻ നമുക്കായി. പിന്നെ പ്രവേശന കവാടവും സെൽഫി പോയിന്റും അലങ്കാരങ്ങളും എല്ലാം ആയി നമ്മുടെ ഈ മരക്കാട്ട് വയലിനെ ഒരു സംഗമോത്സവം വേദിയാക്കാൻ തന്നെ നമുക്ക് പറ്റിയിട്ടുണ്ട്. അതിന് ഒരുപാട് ആളുകളുടെ പ്രയത്നമുണ്ട്. അതിലൊക്കെ വളരെ സന്തോഷമുണ്ട്. പിന്നെ ഇന്ന് ഇവിടെ 60-ൽ കൂടുതൽ പരിപാടികൾ അരങ്ങേറുന്നുണ്ട്. അതിൽ 160ഓളം സംഗമം റെസിഡൻസ് കുടുംബാംഗങ്ങളാണ് പങ്കെടുക്കുന്നത്. അതന്നെ വലിയൊരു കാര്യമാണ്. നമ്മുടെ 179 വീടുകളിൽ 160 പേരാണ് നമ്മളുടെ ഈ പരിപാടിയിൽ ഇന്ന് പങ്കെടുക്കാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. പിന്നെ നമ്മൾക്ക് ഇന്ന് നമ്മുടെ റെസിഡൻസിൻ്റെ മുൻകാല പ്രവർത്തനങ്ങളെയൊക്കെ അടിസ്ഥാനമാക്കി നമ്മളൊരു പ്രൊഫൈൽ വീഡിയോ തയ്യാറാക്കിയിട്ടുണ്ട്. പ്രശസ്ത സിനിമാ താരം ആശ മഠത്തിൽ ഇന്ന് ഔദ്യോഗികമായി ഇവിടെ ആ വീഡിയോ ഉദ്ഘാടനം ചെയ്യുന്നതാണ്. പിന്നെ ഈ പ്രാവശ്യം വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ യുവതലമുറയിലുള്ള ആൺകുട്ടികൾ എപ്പോഴും ഈ പ്രവർത്തനത്തിൽ ഒന്ന് മുന്നോട്ട് വരാൻ മടി കാണിക്കുന്നവരാണ്. ഈ വർഷം അവർ വളരെ ആക്റ്റീവായിരുന്നു. അവരുടെ പരിപാടികളും അലങ്കാരപ്പണികളിലും ഒക്കെ അവരുടെ ഒരു കൈ വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു വ്യത്യാസം നമ്മളുടെ ഈ ഇതിൽ വന്നിട്ടുണ്ട്. ഇനി ഇതൊരു നല്ല മുന്നേറ്റമായിട്ടാണ് കാണുന്നത്. നമ്മളെപ്പോലുള്ളവരെയും കാട്ടി നല്ലത് ഈ യുവതലമുറ അങ്ങോട്ട് മുന്നോട്ട് വന്നാൽ പരിപാടിയൊക്കെ ഒന്ന് കളറാകും. അപ്പോൾ അതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ നമ്മുടെ പ്രസിഡന്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ശരീരത്തിന് തീരെ സുഖമില്ലാത്തത് കാരണം കുറച്ച് കാലമായിട്ട് നമ്മുടെ പ്രവർത്തനങ്ങളിലൊന്നും പങ്കെടുക്കാൻ പറ്റിയില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സ് ഫുൾ ഇന്ന് ഇവിടെ ആയിരിക്കും. അതുകൊണ്ട് അദ്ദേഹം വയ്യായ്മയിലും ജസ്റ്റ് സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഇങ്ങോട്ട് വരാഞ്ഞത്. അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, അത്രയും വിഷമിച്ച് അദ്ദേഹത്തിന് ഡോക്ടർ റെസ്റ്റ് പറഞ്ഞതാണ്. എന്നാലും അദ്ദേഹത്തിന് നമ്മുടെ സംഗമോത്സവത്തിൽ പങ്കെടുക്കാതിരിക്കാൻ പറ്റൂല. അപ്പൊ അദ്ദേഹം വന്നതാണ്. അദ്ദേഹം ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ
പ്രവർത്തനങ്ങൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ വിജയം എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ എല്ലാ തരത്തിലുള്ള ആളുകളും ഇവിടെ ഉണ്ട്. നാടകം സംവിധാനം ചെയ്യണോ ആളുണ്ട്, ഇങ്ങനെ അലങ്കരിക്കണോ ആൾ ഇവിടെ ഉണ്ട്, ഇനിയിപ്പോ ഇതിന്റെ കാര്യങ്ങൾ പിന്നിൽ പ്രവർത്തിക്കുന്ന ബുദ്ധി പറഞ്ഞു തരാനും ആളുണ്ട്, ശാരീരികമായിട്ട് അധ്വാനിക്കണോ അതിനും ഇവിടെ ആളുകളുണ്ട്. അതാണ് സംഗമ റെസിഡൻസിന്റെ വിജയം. ആ വിജയം നമ്മളിനി മുന്നോട്ടേ ഉള്ളൂ. ഇനി ഒരിക്കലും നമുക്കിനി പിന്നോട്ടൊരു യാത്ര ഇല്ല. കാരണം 17 വർഷങ്ങൾ കൊണ്ട് നമ്മൾ എത്രയോ മുന്നിലെത്തി കഴിഞ്ഞു അല്ലെ. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ്. നമ്മൾ എത്ര തന്നെ ഇവിടെ ഓർഗനൈസ് ചെയ്താലും നിങ്ങൾ എന്ന ആളുകൾ ഇവിടെ ഇരുന്നിട്ടില്ലെങ്കിൽ അതൊരു വിജയമാവൂല. അപ്പൊ എന്താ പറയാ, നിങ്ങൾ എല്ലാവരും വിചാരിച്ചാൽ, കാരണം നിങ്ങൾക്കറിയാം ഈ സംഗമോത്സവം തുടങ്ങിയ കഴിഞ്ഞേരം നിങ്ങളെ ഫാമിലിയിൽ ഒരാൾ വരുന്നതിന്റെ കൂടുതൽ ഞങ്ങൾ സംഗമ റെസിഡൻസിന്റെ എക്സിക്യൂട്ടീവ്സ് ആണ് നിങ്ങളെ വീട്ടിലെത്തിയത്. രാത്രിന്നോ പകലെന്നോ ഒന്നുമില്ലാതെ നിങ്ങളെ വീടുകളിൽ എത്തിയിട്ടുണ്ട് അല്ലെ. ഓരോ കാര്യങ്ങൾക്കായിട്ട് കൂപ്പൺ തരാനും നോട്ടീസ് തരാനും എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളുടെ വീടുകളിലെത്തി നിങ്ങളെ എന്താ പറയാ ഈ ഒരു റെസിഡൻസിന്റെ ഓരോ പ്രവർത്തനങ്ങളിലേക്കും പിന്നെ എന്താ പറയാ പ്രായമായവരെ പാട്ട് പാടിക്കുന്നതിലും എല്ലാത്തിലും നമ്മളൊരു ഇനീസിയേഷൻ എടുത്തിട്ടുണ്ട്. അത് തന്നെയാണ് നമ്മളെ റെസിഡൻസിന്റെ ഒരു എന്താ പറയാ വിജയം എന്ന് പറയുന്നത്. അതിൽ നമ്മൾ മറക്കരുത്. നമ്മൾ എന്താ പറയാ നമ്മളുടെ സ്ലോഗൻ ഇതാണ്, എൻ്റെ റെസിഡൻസ് എൻ്റെ അഭിമാനം. അത് നമുക്ക് എന്നും ഉണ്ടാവണം. അതിൽ കുറഞ്ഞ ഒരു പരിപാടി ഇനി നമുക്കില്ല കേട്ടോ. ഇപ്പൊ എൻ്റെ ഫ്രണ്ട്സിന്റെ സർക്കിളിലൊക്കെ നമ്മളെ റെസിഡൻസിനെ പറ്റി പറയുമ്പോൾ അവര് ഒരുപാട് എന്താ പറയാ പറയൂ, നിന്റെ റെസിഡൻസിൽ അവിടെ എന്താ സ്ഥലം ഉണ്ടോ, ഞങ്ങൾക്കൊരു വീട് വാങ്ങി തരുമോ എന്നൊക്കെ ചോദിക്കും. അത്രയും നമ്മൾ അറിയുന്നതിനേക്കാൾ കൂടുതലാണ് പുറത്തുള്ളവർ നമ്മളെ പറ്റിയിട്ട് അവർ വിലയിരുത്തുന്നത്. അത്രയും പരിപാടികൾ, അത്രയും സന്തോഷകരമായ കാര്യങ്ങൾ. ഇപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് ദുഃഖവും സന്തോഷവും ഉണ്ട്. സന്തോഷം നമ്മളുടെ ഈ ഒരു എന്താ പറയാ ഈ ഒരു വേദി കാണുക, ദുഃഖം നാളെ മുതൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ടാണ്. കാരണം രാവിലെ തൊട്ട് എന്താ പറയാ രാത്രി 12:30-1 മണി വരെ നമുക്ക് പ്രാക്ടീസുകൾ, പല വീടുകളിൽ നാടകം, ഒപ്പന, കപ്പിൾ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, പാട്ട് പാടാൻ അമ്മമാര് വരുന്നു, അങ്ങനെ എന്താ പറയാ കുറെ അച്ഛന്മാര് എല്ലാവരും ഉള്ള ഒരു എന്താ പറയാ നമ്മളൊരു ഉത്സവം തന്നെയാണ്. കുറെ ആളുകൾ എന്നോട് ചോദിച്ചു എന്താ കഴിഞ്ഞ പ്രാവശ്യം സംഗമോത്സവം, ഈ പ്രാവശ്യം എന്താ സംഗമോത്സവം എന്ന് പറയുന്നത്, പേരൊന്ന് മാറ്റിക്കൂടെ? അത് പറ്റൂല. കാരണം എന്താ വെച്ചാൽ സംഗമത്തിന്റെ ഉത്സവം തന്നെയാണിത്. നാളെ മുതൽ എന്താണ് പൂരം കഴിഞ്ഞ പൂരപ്പറമ്പ് പോലെയാവും നമ്മളുടെ നാട്. അതുകൊണ്ട് ഇത് നമ്മുടെ സംഗമോത്സവം തന്നെയാണ്. അപ്പൊ എല്ലാവരും നമ്മുടെ എന്താ റെസിഡൻസിന്റെ എന്താ പറയാ നമ്മൾ റെസിഡൻസിന്റെ വില, കാരണം നമ്മൾ ഇവര് വരുന്നുണ്ട് എന്തായിരിക്കും ഇപ്പൊ ഇനി എന്താ പൈസ ചെലവട്ടാണോ എന്നുള്ള ആ ഒരു കണ്ണോടുകൂടി നിങ്ങൾ ആരും ഞങ്ങളെ കാണരുത്. കാരണം നമ്മൾക്ക് ഒരു പ്രത്യേക കാര്യമോ ഒന്നും ഉണ്ടായിട്ടല്ല ആരും പ്രവർത്തിക്കുന്നത്. പക്ഷെ കാര്യമില്ല എന്നും പറയട്ടില്ല, അത്രയും നമ്മൾ സന്തോഷവാന്മാരാണ്. ഈ റെസിഡൻസിൽ പ്രവർത്തിക്കുന്നതിൽ നമ്മൾക്ക് എന്താ പറയാ സന്തോഷവും അഭിമാനവും ഒരുപാടുണ്ട്. പിന്നെ നമ്മുടെ എല്ലാ പ്രവർത്തകരെയും ഞാൻ പ്രത്യേകം അനുമോദിക്കുകയാണ്. അതിൻ്റെ കൂടെ പ്രത്യേകിച്ച് വനിതാ കമ്മിറ്റിയെ എനിക്ക് പറയാതിരിക്കാൻ വയ്യ. കാരണം ഞാനൊരു വനിത ആയതുകൊണ്ട് മാത്രമല്ല കേട്ടോ, എന്ത് പറഞ്ഞാലും ഇവർക്കൊരു നോ ഇല്ല. ഇന്ന് നമുക്ക് പോകണം, അല്ലെ നമുക്ക് ഒന്ന് ഇതാക്കണം, വിളിക്കണം, അവിടെ പോകണം, ഇവിടെ പോകണം, എന്തിനും നോ ഇല്ല. അവര് ഓടി വന്ന് എന്നെ അത്രയും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു അവസരത്തിൽ എന്താ പറയുക എന്നെ ഈ ഒരു സെക്രട്ടറി എന്ന നിലയിൽ എന്നെ എന്നെ മുന്നിൽ നിന്ന് നയിച്ചവരുണ്ട് ഇവിടെ, എൻ്റെ കൂടെ നിന്നവരുണ്ട്. എല്ലാവരെയും സ്നേഹത്തോടെയും അഭിമാനത്തോടെയും ഞാൻ ഓർക്കുകയാണ്. ഇനി എന്താ പറയുക ഇത്രയെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ എന്നെ ഏൽപ്പിച്ച ദൗത്യം സ്വാഗതം പറയാന്നുള്ളതാണ്. ഞാൻ കുറച്ച് അതിൽ നിന്ന് വ്യതിചലിച്ച് അതിൻ്റെ ഒരു ത്രില്ലോണ്ടാണ്. നിങ്ങൾ വേറൊന്നും വിചാരിക്കരുത്. ഇനി ഔദ്യോഗികമായിട്ട് നമ്മൾ ഈ സംഗമോത്സവത്തിന്റെ അധ്യക്ഷനായ വൈസ് പ്രസിഡന്റ് ഭാസ്കരേട്ടനെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു മാം. സംഗമം റെസിഡൻസ് വൈസ് പ്രസിഡന്റ് ശ്രീ വി ഭാസ്കരനെ അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. സോറി. പിന്നെ ഔദ്യോഗിക തിരക്കുകൾക്കിടയിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് ശ്രീ ഉമേഷ് സാറിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
പിന്നെ നമ്മുടെ പ്രവർത്തനങ്ങളെ എപ്പോഴും നമുക്ക് നമ്മളുടെ ഒരു എന്താ പറയുക ഒരു സിസ്റ്ററെ പോലെ അല്ലെങ്കിൽ നമ്മളുടെ ഒരാളെ പോലെ എപ്പോഴും വിളിക്കാൻ പറ്റുന്ന ഒരാളാണ് റീജേച്ചി. എപ്പോഴും നമ്മളെ പ്രവർത്തനങ്ങളിൽ നമ്മളുടെ നിറഞ്ഞ സാന്നിധ്യമാണ്. റീജേച്ചിയെ സന്തോഷപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഊർജം പകരുന്ന ഐക്യ പ്രസിഡന്റ് ബോനമ്മ ജോർജിനെയും ജനമിത്ര പ്രസിഡന്റ് പ്രദീപ് ബാബുവിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സംഗമോത്സവം പരിപാടിയുടെ മെയിൻ സൂത്രധാരണവും പ്രോഗ്രാം കമ്മിറ്റി കൺവീനറും അഡ്വൈസറി കമ്മിറ്റി അംഗവുമായ KT ദിനേശിനെ സ്നേഹപൂർവ്വം ഉദ്ഘാടനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഉദ്ഘാടന കർമ്മം സാക്ഷ്യം വഹിക്കാനും സംഗമോത്സവം ആസ്വദിക്കാനെത്തിയ നിങ്ങൾ എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു മാം, താങ്ക് യു. സംഗമം റെസിഡൻസ് വൈസ് പ്രസിഡന്റ് ശ്രീ V ഭാസ്കരനെ അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട സംഗമം റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ കുടുംബാംഗങ്ങളെ, ഇന്ന് ഈ വേദി അലങ്കരിക്കേണ്ടത് ഞാനല്ല. ഇതിൻ്റെ അധ്യക്ഷനായി എന്നെ ക്ഷണിച്ചെങ്കിലും ഇതിൻ്റെ പ്രസിഡന്റിന് ശാരീരികമായ അസ്വാസ്ഥ്യമുള്ളത് കൊണ്ടാണ് അദ്ദേഹം മാറി നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടെ ഞാനിത് ഏറ്റെടുക്കുകയാണ്. സംഗമം റെസിഡൻസ് അതിൻ്റെ 17ാം ജന്മദിനം ആഘോഷിക്കുകയാണ്. ഈ മധുര 17ൻ്റെ പടിക്കൽ നിൽക്കുന്ന നമ്മുടെ സംഗമത്തിൻ്റെ ഈ വിഭാഗങ്ങളിൽ ഞങ്ങളുടെ സഹായത്തിനായി, കമ്മിറ്റിയുടെ സഹായത്തിനായി ജനങ്ങളാണ് മുന്നിൽ നിന്നത്. അവരുടെ സഹായം കൊണ്ട് മാത്രമാണ് ഈ 17 വർഷവും ഞങ്ങൾ പിന്നിട്ടത്. ഈ 17ാം വർഷത്തിൽ നിങ്ങൾക്കായി ഞങ്ങളിവിടെ ഒരുക്കിയ കലാവിഭവങ്ങളും ഭക്ഷണ വിഭവങ്ങളും ഒക്കെ കൂടി ഒരുക്കിയിട്ടുണ്ട്. ആ കലാവിഭാഗത്തിൻ്റെ ഭക്ഷണത്തിൻ്റെ വിഭവങ്ങളും നിങ്ങൾക്കായി പകർന്നു തരാനും ഈ സംഗമോത്സവത്തിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം ചെയ്യാനായി ബഹുമാനപ്പെട്ട കമ്മീഷണർ അവരെ സ്വാഗതം ചെയ്യുന്നു. ചീഫ് ഗസ്റ്റിനെ പറ്റി ചെറിയ ഒരു വിവരണം. ശ്രീ A. ഉമേഷ്, മെഡിക്കൽ കോളേജ് സബ് ഡിവിഷൻ ACP കോഴിക്കോട്. 1997 കേരള പോലീസ് MSP ബറ്റാലിയൻ സർവീസിൽ പ്രവേശിച്ചു. 2003 SI സെലക്ഷൻ കിട്ടി. സ്പർശം പ്രോഗ്രാമിന്റെ പ്രധാന ഭാഗമായി പ്രവർത്തിച്ചു. 2005 സോഷ്യൽ പോലീസിംഗ്, ജനമൈത്രി പോലീസ് എന്നിവയുടെ ഭാഗമാവുകയും ആയതിന്റെ പ്രവർത്തനത്തിന് നേതൃത്വം വഹിക്കുകയും ചെയ്തു. ലഭിച്ച പ്രധാന പുരസ്കാരങ്ങൾ: സ്പർശം പ്രോജക്റ്റിന് മുഖ്യമന്ത്രിയുടെ എക്സലൻസ് അവാർഡ്, മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ, ഹ്യൂമൻ റൈറ്റ്സ് അസോസിയേഷൻ അവാർഡ്, റോട്ടറി എക്സലൻസ് അവാർഡ്, സേവനമിത്ര പുരസ്കാരം, സുകുമാർ അഴീക്കോട് പുരസ്കാരം, പ്ലാസ്റ്റിക് വേസ്റ്റ് ഡിസ്പോസൽ പ്രോഗ്രാമിന് യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറത്തിന്റെ ഏഷ്യൻ റെക്കോർഡ് ലഭിച്ചു. 700ഓളം ആശ്രമങ്ങൾക്ക് ഉദയം പ്രോജക്റ്റിലൂടെ പുനരധിവാസം സാധ്യമാക്കി. സമൂഹത്തിലെ വിവിധ ക്രിമിനൽ കേസുകൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നിയമത്തിന് ഏൽപ്പിച്ചു. നമ്മുടെ സംഗമോത്സവത്തിന്റെ ഏറ്റവും പ്രധാന ചടങ്ങായ ഭദ്രദീപം കൊളുത്തുന്നതിനായി ശ്രീ A. ഉമേഷ് അവർകളെ ക്ഷണിക്കുന്നു. നമ്മുടെ സംഗമം റെസിഡൻസ് സംഘാടക സമിതിയിലുള്ള എല്ലാവരും വേദിയിലേക്ക് വരേണ്ടതാണ്. സംഘാടക സമിതിയിലുള്ള എല്ലാവരും വേദിയിലേക്ക് എത്തുക. ഭദ്രദീപ ചടങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും കൈയടിക്കുക.
Thank you all. ബഹുമാനപ്പെട്ട ACP ശ്രീ A ഉമേഷിനെ ഉദ്ഘാടന പ്രസംഗത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. ഭാസ്കരൻ സി അവർകളെ, വേദിയിൽ ഉപേക്ഷിച്ചിരിക്കുന്ന കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിൽ ശ്രീമതി കെ റീജ, ശ്രീമതി ബോണമ്മ ജോർജ്, ശ്രീ പ്രദീപ് ബാബു, ശ്രീ ദിനേശ്, ശ്രീമതി ജ്യൂസി ശ്യാം, അതുപോലെ തന്നെ പരിപാടിയുടെ സംഘാടക സമിതി ചെയർമാൻമാരായ ബാബു, ശ്രീ ഭാസ്കരൻ, അജിത് കുമാർ, ധനീഷ്, ഷാജു തുടങ്ങി വേദിയിലും സദസ്സിലും ഭൂഷണമേഖല വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, റെസിഡൻസ് അസോസിയേഷൻ്റെ പരിപാടി എന്ന് പറയുമ്പോൾ ഞാൻ 5 മണിക്ക് പ്രതീക്ഷ പറഞ്ഞത് 5 മണിക്കാകുമ്പോൾ വിളിച്ചാൽ ആരും ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണെന്നുള്ളതാണ് സാധാരണ. കുറച്ച് അത്യാവശ്യം ആൾക്കാർ അങ്ങനെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ആദ്യം അതിന് അഭിനന്ദനങ്ങൾ. കലാപരിപാടി ആകുന്ന സമയത്ത് വരാം, ഈ പ്രസംഗം ഒന്ന് കഴിഞ്ഞോട്ടെ എന്നിട്ട് നമുക്ക് പോകാമെന്ന് വിചാരിച്ച് അടുത്തടുത്ത് ഇരിക്കുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ടാവും. പ്രസംഗം കഴിഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് വരാൻ വേണ്ടിയിട്ടുള്ളത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, നമ്മൾ വലിച്ചു നീട്ടി പ്രസംഗിച്ചിട്ട് അവസാനം പ്രസംഗം കഴിയട്ടെ, ഈ പ്രസംഗം കേൾക്കുന്നത് ഭയങ്കര അലർജി ആവുന്ന നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് വലിയ പ്രസംഗത്തിനൊന്നും മുതിരുന്നില്ല. എന്നാൽ പറയേണ്ട കാര്യങ്ങൾ പറയാതെ പോകാൻ വയ്യ എന്നുള്ളത് കൊണ്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാം. ഇന്ന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ ഞങ്ങളൊക്കെ ഏതെങ്കിലും വേദി കിട്ടിയാൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങളെ പറ്റിയിട്ട്, ലഹരിയുടെ ഇതിനെ പറ്റിയിട്ട് മാത്രമായിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പോൾ അത് പറയേണ്ട ആവശ്യമില്ല. അന്ന് ഞങ്ങൾ പറയുമ്പോൾ അതൊന്നും ഇവിടെയൊന്നും ബാധിക്കില്ല, അതൊക്കെ മറ്റ് പല സാധനങ്ങളുള്ളതല്ലേ, ഇവിടേക്കൊന്നും അത് ബാധിക്കില്ല എന്ന് പറഞ്ഞിരുന്ന ആളുകളായിരുന്നു കൂടുതലും. എന്നാൽ അത്തരം പ്രശ്നങ്ങളൊക്കെ ഇന്ന് നമ്മുടെ വീട്ടുമുറ്റത്തേക്ക് അല്ലെങ്കിൽ വീടിനകത്തളങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു. നമ്മൾ ഏത് പെട്ടിക്കടയിൽ പോലും കിട്ടുന്ന അവസ്ഥയിലേക്ക്, ഇത്തരം വസ്തുക്കൾ മാറുന്ന അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ഒരു വിപത്തിലേക്ക് നമ്മൾ എത്തിപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ അതോടൊപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ കൂടി ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. കഴിഞ്ഞ വർഷം 2024 കോഴിക്കോട് സിറ്റിയിൽ നിന്നും, സിറ്റി എന്ന് പറഞ്ഞാൽ ചെറിയൊരു പരിധിയുള്ളൂ, കോഴിക്കോട് ജില്ല മുഴുവനില്ല, ഒരു ജില്ലയുടെ പകുതി മാത്രമേ കോഴിക്കോട് സിറ്റിയുള്ളൂ. കോഴിക്കോട് സിറ്റിയിൽ നിന്നും, വീടുകളിൽ നിന്നോ അതല്ലെങ്കിൽ ഹോസ്റ്റലുകളിൽ നിന്നോ ക്യാമ്പുകളിൽ നിന്നൊക്കെയായി വീട് വിട്ടു പോയിരിക്കുന്ന, നാട് വിട്ടു പോയിരിക്കുന്ന കുട്ടികളുടെ എണ്ണം എത്രയാണ് എന്ന് എൻ്റെ സഹോദരി സഹോദരന്മാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏകദേശം ഒരു കണക്ക് പറയാൻ പറ്റുമോ ഇവിടെ ഇരിക്കുന്നവർക്ക്? എത്ര കുട്ടികൾ പോയിട്ടുണ്ടാവും കഴിഞ്ഞ ഒരു വർഷം? നമ്മുടെ കോഴിക്കോട് സിറ്റിയിൽ നിന്ന് എത്ര കുട്ടികൾ വീട് വിട്ട് ഇറങ്ങി പോയിട്ട് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ അത്ര പോയിട്ടുണ്ടാവും എന്നുള്ളത് ഏകദേശം ഒരു ഗസ്? 15, 35ഓളം. ഞെട്ടിക്കുന്ന കണക്ക്. നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് ഒരു 5 വയസ്സേ കുട്ടി, അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് ഒരു 5 വയസ്സേ കുട്ടി മുറ്റത്ത് കളിക്കുന്ന കുട്ടിയെ പോലും എടുത്തുകൊണ്ടുപോയി ഭീകരമായി ആക്രമിക്കപ്പെടുന്ന ഒരു ആളുകൾ കൂടി ജീവിക്കുന്ന നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്ന ബോധത്തിൽ തന്നെ നമുക്ക് ആ കണക്കൊന്ന് പരിശോധിക്കാം. കോഴിക്കോട് സിറ്റിയിൽ നിന്നും 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ പോയിരിക്കുന്നവരുടെ എണ്ണം 76. നോക്കൂ,
നമ്മുടെ വീട്ടിലൊക്കെ മുറ്റത്ത് കളിച്ചിരിക്കുന്ന കുട്ടി, സ്കൂളിൽ പോയിരിക്കുന്ന കുട്ടി ഒരു പ്രാതൽ വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചെത്തുന്നില്ല. തിരിച്ചു നോക്കുമ്പോൾ പറയുന്നു അവൻ സ്കൂളിലേ വന്നിട്ടില്ല എന്നുള്ള വിവരം അറിയുന്നു. അല്ലെങ്കിൽ സ്കൂളിൽ നിന്നും അറ്റൻഡൻസ് എടുത്തപ്പോൾ അറ്റൻഡൻസിൻ്റെ വാട്സപ്പിൽ വന്നപ്പോൾ എത്തിയിട്ടില്ല എന്ന് വിവരം വരുമ്പോൾ നമ്മൾ അറിയുന്നു. ചെറിയ കാര്യമല്ല അത്. കാരണം നമ്മുടെ വീട്ടിലൊക്കെ നമ്മുടെ പ്രതീക്ഷ, നമ്മൾ ജീവിക്കുന്നത് തന്നെ ആർക്ക് വേണ്ടി എന്ന് ചോദിച്ചാൽ മക്കൾക്ക് വേണ്ടി എന്ന് ജീവിക്കുന്ന ലോകത്തിലാണ് നമ്മളുള്ളത്. മക്കൾക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന കാലത്താണ് ഇങ്ങനെ നമ്മുടെ മക്കൾ ഇറങ്ങിപ്പോകുന്നത് എവിടേക്കാണ് എന്ന് അവർക്ക് പോലും ബോധമില്ല എന്നുള്ളതാണ്. ഇറങ്ങിപ്പോകുന്നത് ചിലപ്പോൾ ഏതെങ്കിലും വാട്സപ്പിലോ നെറ്റിലോ ഒക്കെ പരിചയപ്പെട്ട ആരുടെയെങ്കിലും കൂടെ ഇറങ്ങിപ്പോകുന്നവരുണ്ടാവാം. അതുമല്ലെങ്കിൽ ഇപ്പോൾ സിനിമയിലെ നായകൻ വീട് വിട്ട് ഇറങ്ങിപ്പോയിട്ട് വലിയ സമ്പാദിച്ച് വലിയ പണക്കാരനായിട്ട് തിരിച്ചു വന്ന് കാണുന്ന കണ്ടിട്ട് അതുപോലെ ആകാൻ വേണ്ടി പോയി എന്ന് പറഞ്ഞ കുട്ടികളുണ്ട്. അത് സിനിമയിലാണ്. ജീവിതത്തിൽ പോയവരൊക്കെ പല്ലും തകവും പോലും തിരിച്ചു കിട്ടാത്ത വാതിൽ ചിലപ്പോൾ ജീവൻ വരെ പോയേക്കാം. അങ്ങനെയുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ കുട്ടികൾ പലരും ബോധമില്ലായ്മ തന്നെയാണ് എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ തെറ്റായ ധാരണ. ഞങ്ങൾ സ്വതന്ത്രരാണ്, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുന്നു. നിങ്ങൾ പറയാം പഴമയോടൊക്കെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങളെ പഴയ കാലം നല്ലത്, കാലമൊക്കെ മാറിപ്പോയി എന്നൊക്കെ പറഞ്ഞ് പഴമയോടൊക്കെ നമ്മൾ എന്തെങ്കിലും പറയുന്നതിനൊക്കെ എതിർക്കാനുള്ള ഒരു ടെൻഡൻസി. ചെറിയ മക്കൾ കൂടി ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ആ സബ്ജക്റ്റ് എടുത്തു വെച്ചുകൊണ്ട് തന്നെ തുടങ്ങാൻ വിചാരിച്ചു. ഞാൻ പറയുന്നത് നമ്മുടെ മക്കൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഒരമ്മയോട് ചോദിക്കുകയാണ്. അമ്മ പറഞ്ഞു മോളെ എൻ്റെ കാലത്തൊന്നും പഴയ കാലത്തൊന്നും ഞങ്ങൾക്ക് എവിടെയെങ്കിലും പോകാൻ പോലും വിടില്ലായിരുന്നു, സിനിമയ്ക്ക് പോലും ഞങ്ങളെ വിടുന്നില്ലായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് എന്തൊരു സുഖ, ഞങ്ങളൊന്നും എവിടെയും വിടില്ലായിരുന്നു എന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും മകൾ പറയുന്ന ഉത്തരം എന്തായിരിക്കും? എന്താ മക്കൾ പറയാ? അമ്മേ കാലമൊക്കെ മാറിപ്പോയി, പണ്ടത്തെ കാലം നല്ലത്, നിങ്ങൾ പഴയ പുരാണമെന്ന് പറഞ്ഞിരിക്കേണ്ട എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ അടുത്ത കാലത്ത് ഞാൻ കേൾക്കുന്ന പുതിയൊരു സാധനമുണ്ട്. നിങ്ങൾ കേട്ടു തുടങ്ങിയാൽ എനിക്ക് അറിഞ്ഞൂടാ. അപകടകരമായൊരു കാര്യം. അമ്മേ നിങ്ങൾക്കങ്ങ് പോയാൽ പോരെ, അമ്മേ നിങ്ങൾക്കങ്ങ് പോയാൽ പോരെ. ഇത് അപകടകരമായ ചോദ്യമാണ്. എന്തിനാണ് ആരുടെയെങ്കിലുമൊക്കെ സ്വാതന്ത്ര്യം അനുമതി നമ്മൾ വാങ്ങുന്നത്? എൻ്റെ സ്വാതന്ത്ര്യം ആരുടെയെങ്കിലും ഔദാര്യമാണോ? അല്ല, ഒരിക്കലുമല്ല. സ്വാതന്ത്ര്യം ഔദാര്യമൊന്നുമല്ല. പക്ഷേ നമ്മൾ സമൂഹജീവിയായി ജീവിക്കുമ്പോൾ, നമ്മൾ ചാലിക്കപ്പെടുന്ന ചുറ്റുപാടുകൾ ജീവിക്കുമ്പോൾ അനുസരിക്കുന്ന നിയമങ്ങളുള്ളത്, നിയമങ്ങൾ അനുസരിക്കേണ്ടതും, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ദുഃഖകരമാക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് തീർക്കുന്നതിന് മുമ്പേ ഒരു വട്ടം കൂടി ഓർക്കേണ്ടതുണ്ട്. എൻ്റെ പൊന്നുമക്കൾ കരുതേണ്ടതുണ്ട്. ഇങ്ങനെ ഇറങ്ങിപ്പോകുന്ന കുട്ടികളെ എന്തുകൊണ്ട് 1076 കുട്ടികൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് പത്രദൃശ്യ മാധ്യമങ്ങളൊന്നും വലിയ വാർത്ത വന്നില്ല? ചിന്തിക്കുന്നില്ലേ നിങ്ങൾ? എന്തുകൊണ്ട് വന്നില്ല? ക്രെഡിറ്റ് ഗോസ് ടു സിറ്റി പോലീസ്. കോഴിക്കോട് സിറ്റി പോലീസ് 76 കുട്ടികളെയും മണിക്കൂറുകൾക്കകം പിടിച്ചു കൊണ്ടുവന്നു. ചിലരെ ട്രെയിനിൽ നിന്ന് പിടിച്ചു, ചിലരെ ബസ് സ്റ്റോപ്പിൽ നിന്ന് പിടിച്ചു, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിടിച്ചു, കണ്ണൂരിൽ നിന്ന് പിടിച്ചു, തൃശ്ശൂരിൽ നിന്ന് പിടിച്ചു. പലപ്പോഴും ഞങ്ങൾക്ക് പറ്റിയ ബുദ്ധിമുട്ട്, പല വീടുകളിൽ കുട്ടികൾ പോയപ്പോൾ നാണക്കേട് ആലോചിച്ച്, ആരും മറയണ്ട എന്നാലോചിച്ച് പല വീട്ടുകാരും മറച്ചു വെച്ച് 3-4 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞങ്ങൾ അറിയിച്ചപ്പോൾ അത്രയും ദൂരം കുട്ടികൾ ഓടുമ്പോൾ ഞങ്ങൾ അത്രയും ദൂരം ഞങ്ങൾ പിന്നാലെ ഓടേണ്ട ഗതികേടുണ്ടായി. ജാഗ്രതയുണ്ടാവുക. ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ തൊട്ട ഉടനെ ഏറ്റവും ഷോർട്ടസ്റ്റ് ടൈമിൽ നിങ്ങൾ തിരിച്ചു കിട്ടിയാൽ ഞങ്ങൾ ചീത്തയൊന്നും പറയില്ല, നിങ്ങൾ നോക്കണ്ടെന്ന് പറഞ്ഞാക്കൊന്നുമില്ല. ഞങ്ങൾ ചെയ്യുന്ന കാര്യം കേസെടുക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? ഈ വിവരം കിട്ടിയ ഉടനെ തന്നെ ഞങ്ങൾ സർക്കുലേറ്റ് ചെയ്ത് എവിടെയെങ്കിലുമൊക്കെ പോകുന്ന വണ്ടിയിലും ബസ്സിലൊക്കെ നമ്മൾ പെട്ടെന്ന് സർക്കുലേറ്റ് ചെയ്ത് നമ്മൾ പിടിക്കാൻ നോക്കും. അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ പറയും ആ കുട്ടിയെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി ആരും സർക്കുലേറ്റ് ചെയ്യരുതെന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യിക്കും. അങ്ങനെ നമുക്ക് കുട്ടികളെ തിരിച്ചു പിടിക്കാൻ വേണ്ടി പറ്റും. എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടുന്ന രീതിയിലേക്കുള്ള ഒരു കരുതൽ നമ്മുടെ ഭാഗത്തുണ്ടാവണം. അതിന് അത്തരം കരുതൽ ഉണ്ടാകുമ്പോൾ റെസിഡൻസ് അസോസിയേഷൻ്റെ ഒക്കെ ഇനിയത്തെ ലക്ഷ്യം എന്തെന്ന് വെക്കുമ്പോൾ നമ്മുടെ കുട്ടികളെ കാക്കുന്ന കണ്ണുകളാവുക എന്നുള്ളതാണ്. എൻ്റെ റെസിഡൻസ് എൻ്റെ അഭിമാനം എന്ന് നിങ്ങൾ പറയുന്ന പോലെ തന്നെ നമ്മുടെ കുട്ടികൾ നമ്മുടെ റെസിഡൻസിൻ്റെ അഭിമാനമായി മാറണം.
നമ്മുടെ മക്കൾ എന്ന രീതിയിലേക്ക് ഒരു കോൺസെപ്റ്റ് അവിടെ വരണം. ആരുടെയെങ്കിലും മക്കൾ എന്തെങ്കിലുമായാൽ നമ്മൾക്കെന്താ എന്ന് പറഞ്ഞ് കണ്ണടയ്ക്കുന്നതിന് പകരം ആരുടെയെങ്കിലും മക്കൾ എന്തെങ്കിലുമൊക്കെയായി മാറിപ്പോയാൽ നാളെ നമ്മുടെ മക്കളും അങ്ങനെയാകാൻ സാധ്യതയുണ്ട് എന്ന തിരിച്ചറിവിൽ ആ കുഞ്ഞുങ്ങളെ കൂടി കരുതലോടുകൂടി നോക്കുകയും, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ കാണുന്ന തെറ്റുകൾ കാണുന്ന കണ്ണുകൾ അവർക്ക് നേരെ കണ്ണടച്ച് പോകുമെന്ന ബോധമുണ്ടാവുകയും ചെയ്യുക എന്നുള്ളതാണ് റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രധാന ലക്ഷ്യങ്ങളൊന്നും. മറ്റൊന്ന് 17 വയസ്സ് ആയ റെസിഡൻസ് അസോസിയേഷനാണത്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ വീട്ടിലെ ഓരോരുത്തരെയും അറിയുന്ന അവസ്ഥ വരണം, കരുതലുണ്ടാവണം, വീടിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്തണം. വീടിന് ചുറ്റുപാടുമുള്ള നമുക്ക് ഇവിടെ റെസിഡൻസ് അസോസിയേഷൻ ആണെങ്കിൽ നമ്മൾ എല്ലാവരും തീരുമാനിച്ച് ക്യാമറ ഉണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ, ക്യാമറ സർവൈലൻസ് ഉണ്ടാവണം, എത്രയും പെട്ടെന്ന് ഉണ്ടാക്കണം. പല കാര്യങ്ങളും ഒരു കുട്ടി ഇറങ്ങിപ്പോയാൽ പോലും എവിടെ പോയി എങ്ങനെ പോയി നമുക്ക് കാണണമെങ്കിൽ ക്യാമറ വേണം. പലരും പറയും ക്യാമറ വെച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ്, പോലീസ് വന്ന് നോക്കും. പോലീസ് ആർക്കൊന്നും ഞങ്ങളെ വീട്ടുകാർ നോക്കാനല്ല വരുന്നത്. ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ നിങ്ങൾ വീട്ടിലേക്ക് ഒരു കള്ളൻ കയറി വരികയാണെങ്കിൽ നിങ്ങൾ അകത്തേക്ക് കയറുമ്പോൾ മാസ്ക് കൊണ്ട് കയറി മുഖം മറച്ചും തലമറച്ചും ഒക്കെ വരുന്ന കള്ളൻ വഴിയിൽ നിന്ന് മുഴുവൻ മുഖം മറച്ചും തലമറച്ചും മുഖം മൂടിയിട്ടും വരികയാണെങ്കിൽ ആൾക്കാർ പിടിക്കപ്പെടില്ലേ? അവൻ കുറച്ച് മുമ്പേ എങ്കിലും ഒരു സാധാരണ രീതി വരേണ്ടി വരും. അങ്ങനെ അവനെ തിരിച്ചറിയാനുള്ളൊരവസ്ഥ നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ വീടുകളിൽ ചുറ്റും കരുതലുണ്ടാവുക, ക്യാമറ സർവൈലൻസ് വെക്കുക, കുട്ടികളെ നമ്മൾ കുട്ടികൾക്ക് വേണ്ട ക്യാമ്പുകളും കുട്ടികൾക്ക് വേണ്ട ക്ലാസ്സുകളും ഒന്നുകൂടി സജ്ജമാക്കുക. ഫാമിലി ഗെറ്റ് ടുഗദറിനകത്ത് കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബമാകുന്നതിന് വേണ്ടിയുള്ള കുറേ അത്തരം കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന അവസ്ഥ ഉണ്ടാവണം. ഞങ്ങൾ പുതിയ പ്രൊജക്റ്റൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന അമ്മയെ അറിയാൻ പ്രൊജക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഒരു 10 സിറ്റുവേഷൻ കൊടുത്തിട്ട് ആ സിറ്റുവേഷൻ ഒരു അമ്മ എങ്ങനെ ഡീൽ ചെയ്യും, ആ ഡീൽ ചെയ്യുന്നതിന് ഒരു സൈക്കോളജി സൈക്കാട്രിസ്റ്റ് ഒക്കെ വന്നിരുന്നിട്ട് അതിനൊരു ഡിസ്കഷൻ വെച്ചിട്ട് അത് എല്ലാ ആൾക്കാർക്കും മനസ്സിലാക്കുന്ന രീതിയിൽ പ്രൊജക്റ്റ് കുറ്റിക്കാട്ടൂർ ഗവൺമെൻറ് സ്കൂളിൽ നമ്മൾ സിറ്റി സ്റ്റാർട്ട് ചെയ്യണം. അത്തരം പ്രൊജക്റ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. നോൺ അവർ പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നുണ്ട്. പോലീസിൻ്റെ ഭാഗമായിട്ട് സെൽഫ് ഡിഫൻസ്, പെൺകുട്ടികൾക്കുള്ള സെൽഫ് ഡിഫൻസ് ഉണ്ട്. ഇത്തരം പരിപാടികളൊക്കെ റെസിഡൻസ് അസോസിയേഷനെ ബന്ധപ്പെട്ട് നമുക്ക് ഓരോരോ പ്രോഗ്രാമുകൾ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ നമ്മുടെ ഈ റെസിഡൻസ് അസോസിയേഷനിലെ ഭാഗമായി 1930 എന്താ, ഞാൻ മണ്ടനല്ല എന്ന് തെളിയിക്കുന്ന നമ്പറാണ്. നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലുമൊക്കെ ഓൺലൈനിലൂടെ വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഗിഫ്റ്റ് വന്നിട്ടുണ്ട്, വലിയ ഗിഫ്റ്റ് വന്നിട്ടുണ്ട്, അതിന് ടാക്സ് അടയ്ക്കണമെന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ടി വിയിലൊക്കെ പറയുന്നത് ഞാൻ മണ്ടനല്ല എന്ന് എഴുതി വെക്കുന്നുണ്ട്. എന്നാലും മണ്ടന്മാരാവുന്ന ആൾക്കാരിൽ കൂടുതൽ കേരളക്കാരാണ്. വിദ്യാസമ്പന്നരായ നല്ല എഡ്യൂക്കേറ്റഡായ പലരുമാണ് ഇത്തരത്തിലൊക്കെ പോയി വീഴുന്നത്. കാരണം പണം സമ്പാദിക്കാനുള്ള, വീട്ടിലിരുന്നു കൊണ്ട് എങ്ങനെ ഭർത്താവിനെ കൂടി സഹായിക്കാൻ വേണ്ടി വീട്ടിലിരുന്നു കൊണ്ട് എങ്ങനെ പണം സമ്പാദിക്കാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ കയ്യിലുള്ള പൊന്ന് വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിനാ കള്ളം കൊണ്ടേക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് കള്ള ഫ്രോഡുകൾക്കൊക്കെ ഇട്ടുകൊടുത്ത് നമ്മുടെ ഓരോ ബിസിനസ് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങി ആ പണം മുഴുവൻ പോണ അവസ്ഥയാണ്. ഞെട്ടിപ്പോവുകയാണ്. ലക്ഷക്കണക്കിന് രൂപ, കോടിക്കണക്കിന് രൂപയൊക്കെയാണ് ഓരോ അക്കൗണ്ടിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ അവിടെ ഒരു ജാഗ്രത ഉണ്ടാവുക. സൈബർ തട്ടിപ്പുകളിൽ എതിരെ ഒരു ബോധവൽക്കരണവും ക്ലാസ്സും നടത്തി ഒരു ജാഗ്രത ഉണ്ടാക്കുക. കുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുക. നമ്മുടെ ക്യാമറ സർവൈലൻസ് ഇവിടെ നമ്മുടെ റെസിഡൻസിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്തുക. ഒരു കൂട്ടായ്മ ഉണ്ടാവുക. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലീസുമായി ബന്ധപ്പെട്ട്, പോലീസ് ബീറ്റ് ഓഫീസറുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. കലാപരിപാടി കാണാൻ വരുന്ന നിങ്ങളെ കൂടുതൽ ബോറടിപ്പിക്കുന്നില്ല. ഇതൊരു 17ാം വാർഷികത്തിന് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുക എളുപ്പമല്ല. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയത് യുവാക്കളുടെ കൂട്ടായ്മ കൂടിയാണ് എന്ന് കേട്ടതിൽ ഒരു സന്തോഷം. സാധാരണ റെസിഡൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രായം കൂടിയ ചെറുപ്പക്കാരുടെ അസോസിയേഷനാണ്. കാരണം അങ്ങനെ പറയാൻ കാരണം 10ഉം 60ഉം വയസ്സൊക്കെ ഉണ്ടെങ്കിലും അവരൊക്കെ വളരെ യങ് ആൻഡ് എനർജറ്റിക് ആണ്. നമ്മുടെ പല ആൾക്കാരും 10ഉം 25ഉം വയസ്സാകുമ്പോൾ ഒടിഞ്ഞുകൂടി മൂലയ്ക്കിരിക്കുന്നവരാണ്. ഒരു കസേരയിൽ ഇരിക്കുന്നത് നോക്കിയാൽ കണ്ടാലറിയാം. അവരൊക്കെ ഒടിഞ്ഞു കുത്തി എന്തോ മടങ്ങി. പഴയ ആൾക്കാർ നോക്കിയാൽ അവർക്ക് ഇരിക്കുന്നത് സ്റ്റഡിയായിട്ടിരിക്കും. അവർ ഇരുത്തത്തിലും നടത്തത്തിലും ഒക്കെ അവരുടെ ഭാഗമുണ്ട്. കാരണം അവർ നിവർന്ന് നോക്കി നിവർന്ന് നടക്കുന്നവരായിരുന്നു. എന്ന് നമ്മൾ കുനിഞ്ഞു നോക്കി കുനിഞ്ഞു നടക്കുന്നവരാണ്. പണ്ടുള്ളവർ ജപമാല പിടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ ഉള്ളവർ ജപമാലയ്ക്ക് പകരം ഫോൺ പിടിച്ചിട്ട് കുത്തി കുത്തി കളിച്ചുകൊണ്ട് തമ്മിൽ കയറി മുട്ടിയാൽ പോലും അറിയാത്ത രീതിയിലേക്ക് ഉള്ള പോക്കാണ്. സ്വന്തം വീട്ടിലേക്ക് പോലും ഗൂഗിൾ മാപ്പ് ഇട്ട് പോണ അവസ്ഥയാണ് ഇപ്പം പലർക്കും ഉള്ളത്. വീടിൻ്റെ വഴി അറിഞ്ഞുകൂടാ. ഗൂഗിൾ മാപ്പ് തിന്നില്ലെങ്കിൽ ചിലപ്പോൾ വീട്ടിലെത്തല്ല, വേറെ എവിടെയെങ്കിലും പോയി കയറും.
ഗൂഗിൾ ആൻഡ് ചതിച്ചാൽ അപ്പോഴും വഴി മാറാൻ സാധ്യതയുണ്ട്. ഞങ്ങളപ്പം ചതിച്ചു, ഞങ്ങൾ അപ്പുറത്തോട്ട് പോയി. ഓക്കെ, എന്തായാലും തൊട്ടടുത്ത റെസിഡൻസ് അസോസിയേഷൻ്റെ ഐക്യ റെസിഡൻസ് അസോസിയേഷൻ്റെ സ്ഥലമൊക്കെ കാണാൻ വേണ്ടി പറ്റി. അവിടെ കൂടി കയറിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഏതായാലും നീടുന്നില്ല, എന്നെ ഇവിടെ ക്ഷണിച്ച ഭാരവാഹികൾക്ക് നന്ദി പറയുന്നു. പോലീസ് നിങ്ങളുടെ കൂടെയുണ്ട്. ഇത്തരം കരുതലുകൾ എടുക്കുന്നതിൽ ഞങ്ങൾ ഒരുപാട് പ്രവർത്തികൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾ പലപ്പോഴും അറിയപ്പെടാതെ പോകാറുണ്ട്. ഏറ്റവും ഉദാഹരണത്തിന് ഇത്രയും കുട്ടികളെ നമ്മൾ പിടിച്ചത് ജനങ്ങൾ അറിയാതെ പോകുന്നത് പോലീസ് പിടിച്ചതുകൊണ്ടാണ്. അത് പിടിച്ചില്ലായിരുന്നുവെങ്കിൽ ഇവിടെ സമരം, മെഴുകുതിരി കത്തിക്കലും കുറേ പ്രതിഷേധ പരിപാടികളൊക്കെ ഉണ്ടാകും. മെഴുകുതിരി കത്തിക്കുന്നിടത്തല്ല, മെഴുകുതിരി കത്തിക്കപ്പെടാതിരിക്കേണ്ട അവസ്ഥ ഉണ്ടാക്കുന്നിടത്താണ് നമ്മുടെ കാര്യങ്ങളെന്ന് ഒരിക്കൽ കൂടി ഉദ്ബോധിപ്പിച്ചുകൊണ്ട് ഈ റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാരവാഹികളെ മുഴുവൻ അഭിനന്ദിച്ചുകൊണ്ട് എന്നെ കേട്ടതിനും എന്നെ സേവിച്ചതിനും എനിക്ക് ഈ അവസരം നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി സീനിയേഴ്സിൻ്റെ അനുമതിയോടുകൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സാർ. വളരെ ഉപകാരപ്രദമായ ചില വാക്കുകൾ തന്നതിന് ബഹുമാനപ്പെട്ട ACP ശ്രീ A ഉമേഷിനെ ഉപഹാരം നൽകുന്നതിന് സെക്രട്ടറി ശ്രീമതി ജൂസി ശ്യാമിനെ ക്ഷണിക്കുന്നു. ഓക്കെ സാർ. തിരക്കുകളുള്ളതുകൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ACP ശ്രീ A ഉമേഷ് സാറ് പോവുകയാണ്. ഓക്കെ, പരിപാടികൾ തുടങ്ങുന്നു. ആശംസാ പ്രസംഗത്തിനായി നമ്മുടെ കൗൺസിലർ ശ്രീമതി K റീജയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സംഗമ റെസിഡൻസിൻ്റെ 17ാം വാർഷികമാണ് നമ്മളിവിടെ വെച്ചിട്ട് ഇപ്പോൾ ആഘോഷിക്കുന്നത്. ഏതായാലും നമ്മളെ ഈ പരിപാടി അധ്യക്ഷം വഹിച്ച ഭാസ്കരൻ അവർകൾ, അതേപോലെ നമ്മളെ പ്രസിഡന്റ് ബാബുവേട്ടൻ ഇരിക്കുന്നുണ്ട്. എന്തായാലും ഈ ഇതിൽ എത്തിപ്പെട്ടതിൽ വളരെ സന്തോഷം. നമ്മളെ പരിപാടി ഉദ്ഘാടനം ചെയ്ത അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് ശ്രീ ഉമേഷ് അവർകൾ, അതേപോലെ നമ്മളെ സ്വാഗതം ചെയ്ത ജൂസി ശ്യാം സെക്രട്ടറി ആയിരുന്നു സംഗമ റെസിഡൻസിൻ്റെ. ആശംസ പറയാനെത്തിയ നമ്മുടെ ഐക്യ റെസിഡൻസിലെ പ്രസിഡന്റ് ശ്രീമതി ബോനമ്മ ജോർജ്, അതേപോലെ ജനമിത്ര റെസിഡൻസിൻ്റെ പ്രസിഡന്റ് പ്രദീപ് ബാബു, നന്ദി അറിയിക്കുന്ന നമ്മുടെ ദിനേശ് KT, പ്രോഗ്രാം കൺവീനർ ആഘോഷ കമ്മിറ്റി, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ 17ാം വാർഷിക ആഘോഷിക്കുന്ന ഓരോ വർഷവും ഇപ്പോൾ കഴിഞ്ഞ വർഷത്തേലും നല്ല മെച്ചപ്പെട്ട രീതിയിൽ ഓരോ വർഷം ഇതായിട്ട് ഇപ്പോൾ കൂടുതലായിട്ട് നല്ല പരിപാടികളും നല്ല ഈ പ്രോഗ്രാമുകളൊക്കെ ഇപ്പോൾ തന്നെ നമ്മളെ ഡിജിറ്റൽ ഫോട്ടോ ഒക്കെ കണ്ടു. അതേപോലെ ഏറ്റവും നല്ല സന്തോഷം തോന്നിയത് യുവജനങ്ങൾ ഇതിൽ കൂടുതലായിട്ട് പങ്കാളികളായിട്ടുണ്ട് എന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷം. നമുക്ക് യുവജനങ്ങളെയാണ് കിട്ടാതെ ഇരിക്കുന്നത്. ഏതൊരു പരിപാടിക്ക് നോക്കിയാലും കുറച്ച് പ്രായമുള്ള ആളുകളും ചെറിയ കുട്ടികളുമാണ് സാധാരണ ഉണ്ടാവാറ്. ഈ പരിപാടിയിൽ യുവജനങ്ങളെ എത്തിച്ചേർന്നതിൽ വളരെ സന്തോഷം. ഇവിടെ ഈ റെസിഡൻസ് എന്ന് പറയുന്ന ഈ സംഗമ റെസിഡൻസിൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ എല്ലാ പരിപാടിയും, ഓണം, അതേപോലെ ക്രിസ്മസ്, പെരുന്നാൾ, പിന്നെ ന്യൂ ഇയർ, ഇതെല്ലാം ആഘോഷിക്കുന്ന ഒരു റെസിഡൻസ് അസോസിയേഷനാണ്. അപ്പോൾ അതിൽ എല്ലാ ഇപ്പോൾ പെരുന്നാളാണെങ്കിലും അതേപോലെ ക്രിസ്മസ് ആണെങ്കിലും ഒക്കെ ഈ പരിപാടികൾ, ഓണം, അങ്ങനത്തെ പരിപാടിയൊക്കെ ആഘോഷിക്കുന്നത് ചില റെസിഡൻസ് അസോസിയേഷൻ മാത്രമേ ഉള്ളൂ. നമ്മുടെ വാർഡിൽ ഇപ്പോൾ തന്നെ ഒരു 15ഓളം റെസിഡൻസ് അസോസിയേഷൻ ഉണ്ടെങ്കിലും നമ്മുടെ സംഗമ റെസിഡൻസ് കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒന്നാണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് എല്ലാ വേദികളിലും തന്നെ. ഇത് എന്നുവെച്ചാൽ മറ്റ് റെസിഡൻസുകൾ ചെയ്യുന്നില്ല എന്നല്ല, അത്ര അങ്ങോട്ടേക്ക് എത്തിപ്പെടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അഭിനന്ദനം അറിയിക്കുകയാണ്. ഈ പ്രവർത്തനത്തിന് എല്ലാ അഭിനന്ദനവും അറിയിക്കുന്നു. അതേപോലെ നമ്മളിപ്പോൾ ഏത് പരിപാടി, ഇപ്പോൾ കോർപ്പറേഷൻ്റെ എന്തൊരു പരിപാടി ഉണ്ടെങ്കിലും ആദ്യം അറിയിക്കുക റെസിഡൻസ് അസോസിയേഷൻ, കുടുംബശ്രീ, അങ്ങനെയുള്ള ആളുകളെ. അപ്പോൾ ഈ റെസിഡൻസ് അസോസിയേഷനിൽ എത്ര വീടുകളുണ്ട് അവർക്കറിയാം. എന്തൊരു ഫോമാണ്, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിപ്പോൾ ധാരാളം പൈപ്പ് കണക്ഷൻ്റെ ഇത് വന്നു കഴിഞ്ഞു.
അതേപോലെ വീടുകളിൽ ഈ വേസ്റ്റ് ബിന്ന് വെക്കുന്നത്, അങ്ങനെയുള്ള പല ഇപ്പോൾ അങ്ങനെയുള്ള അതേപോലെ ഇപ്പോൾ കുറച്ച് നമ്മളെ വാർഡുകളിലൊക്കെ ബൾബുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഇന്ന സ്ഥലത്ത് വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരും റെസിഡൻസിൻ്റെ ഇതിൽ എഴുതി തരും. അതുകൊണ്ട് നമുക്കും കൗൺസിലർമാരായ ഞങ്ങൾക്ക് വളരെയധികം സഹായമാണ് ഈ റെസിഡൻസ് അസോസിയേഷൻ. ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങൾ ആദ്യം പറയുക. ഇപ്പോൾ രണ്ട് ആളുകൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് ആദ്യം ചോദിക്കുക ഏത് റെസിഡൻസ് അസോസിയേഷനാണ്, അവരോട് ആദ്യം പറയും. അതിനുശേഷം നമുക്ക് നോക്കാം. എന്താ വെച്ചാൽ കൂടുതൽ നമ്മൾ ആദ്യം തന്നെ കൈകടത്തേണ്ട, അങ്ങോട്ട് പരിഹരിക്കാൻ പറ്റിയത് അവിടെ വെച്ച് പരിഹരിക്കും. അല്ലെങ്കിൽ മാത്രമേ മറ്റ് ഇതിലേക്ക് നമ്മൾ പോവാറുള്ളൂ. എന്തായാലും നമ്മുടെ ഈ വർഷം രണ്ടാമത്തെ നമ്മളെ വാർഡിൽ രണ്ടാമത്തെ റെസിഡൻസ് അസോസിയേഷൻ്റെ വാർഷികമായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഒന്ന് നടന്നു. അപ്പോൾ ഇനി എല്ലാ റെസിഡൻസ് അസോസിയേഷനുകളും ഇങ്ങനെ കൂട്ടായ്മയിലൂടെ ഓരോ വർഷത്തിലൊരിക്കലും ഇങ്ങനെ കൂടിച്ചേരാൻ. ഇപ്പോൾ നമ്മളെ സെക്രട്ടറി പറഞ്ഞു നാളെ മുതൽ എന്ത് ചെയ്യുന്നു. ഞാനും കാണാറുണ്ട് ഇവർ പരിപാടിക്ക് അതിൻ്റെ പ്രാക്ടീസിന് പോകുന്നതൊക്കെ. അപ്പം എത്രയോ ദിവസം മുമ്പേ പ്രാക്ടീസൊക്കെ ചെയ്ത് ഈ വേദിയിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളും വലിയ ആളുകളൊക്കെ കാത്തിരിക്കുകയാണ്. പരിപാടി നന്നായി നടക്കട്ടെ. എല്ലാ പരിപാടിയും കണ്ടതിന് ശേഷം മാത്രം പോയാൽ മതി. നമുക്കെല്ലാവരും ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ ഉള്ള ആളുകൾ തന്നെയാണ്. അതുകൊണ്ട് ഈ ഒരു ദിവസം നമുക്ക് ആഘോഷിക്കുക ഇവിടെ വെച്ചിട്ട്. അതുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച് മാം. ഐക്യ റെസിഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റായ ശ്രീമതി ബോനമ്മ ജോർജിനെ ആശംസകൾ അറിയിക്കാനായി ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, സംഗമം റെസിഡൻസ് അസോസിയേഷൻ്റെ വാർഷികാഘോഷ വേദിയിൽ ഐക്യ റെസിഡൻസിനെ പ്രതിനിധീകരിച്ച് സംസാരിക്കുന്നതിന് അവസരം തന്ന സംഗമത്തിൻ്റെ ഭാരവാഹികളോടും സംഘാടകരോടും ഐക്യയുടെ നന്ദി ആദ്യമേ തന്നെ അറിയിക്കട്ടെ. വീടുകളുടെ എണ്ണം കൊണ്ട് മറ്റ് അസോസിയേഷനേക്കാളും താരതമ്യേന വലിയൊരു അസോസിയേഷനാണ് സംഗമം. ഒരു അയൽവക്ക വേദി എന്ന നിലയിൽ വളരെ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് സംഗമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും നഷ്ടപ്പെട്ടു പോവാത്ത ഒരു ഗ്രാമീണ ചാരുത നമ്മൾ ജീവിക്കുന്ന പ്രദേശത്തിനുണ്ടെങ്കിലും ജീവിതം കൊണ്ട് നമ്മളെല്ലാവരും നവീകരണത്തിൻ്റെ പാതയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മാറ്റത്തിൽ നിന്നും എനിക്കോ നിങ്ങൾക്കോ മാറി നിൽക്കാൻ എളുപ്പമല്ല. കവി പറഞ്ഞതുപോലെ ഏത് ദൂസര സങ്കല്പങ്ങളിൽ വളർന്നാലും ഏത് യന്ത്രവൽകൃതങ്ങളിൽ പുലർന്നാലും മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വെളിച്ചവും മണവും മമതയും ഇത്തിരി കൊന്നപ്പൂവും എന്ന് തന്നെയാണ് എനിക്കും പറയുവാനുള്ളത്. അതിനൊക്കെ വേണ്ടി തന്നെയാണ് ഇങ്ങനെയുള്ള അസോസിയേഷനുകൾ പ്രവർത്തിക്കുന്നതും. നമ്മളിൽ കുറേ പേരെങ്കിലും പല ദേശങ്ങളിൽ നിന്നും ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ഇവിടെ എത്തിപ്പെട്ട് ഒരുമിച്ചവരാണ്. തിരക്കുകൾക്കിടയിലും നമുക്ക് തമ്മിൽ കാണുവാനും കുശലം പറയുവാനും കലാപരിപാടികൾ ഒരുമിച്ച് അവതരിപ്പിക്കുവാനും ഒരുമിച്ച് ആസ്വദിക്കുവാനും അത് കഴിഞ്ഞ് ഒരുമിച്ചൊരു ഭക്ഷണം കഴിക്കുവാനും ഇത്തരം സന്ദർഭങ്ങളിലേ കഴിയുകയുള്ളൂ. മറ്റു ജീവജാതികളിൽ നിന്നും നമ്മെ മനുഷ്യരാക്കി മനുഷ്യത്വമുള്ളവരാക്കി മാറ്റുന്നത് ഇത്തരം കൂട്ടായ്മയും കൂടിച്ചേരലുകളുമാണ്. പണത്തേക്കാളുപരി സ്നേഹം കൊണ്ടും സമഭാവന കൊണ്ടും ഐക്യപ്പെട്ടു പോകുവാൻ എല്ലാവർക്കും കഴിയട്ടെ. ജാതി മതങ്ങളുടെയും ദേശഭാഷകളുടെയും അതിരുകളെ ഭേദിച്ച് മനുഷ്യ സാഹോദര്യത്തിൽ വിശ്വസിച്ച് നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് സംഗമം അയൽവതിക്ക് ഉത്തരോത്തരം ഉയർന്ന് പ്രവർത്തിക്കാനാവട്ടെ എന്ന് ഐക്യ റെസിഡൻസ് അസോസിയേഷന് വേണ്ടി ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വലിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു മാം. ജനമൈത്രി റെസിഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ് ശ്രീ പ്രദീപ് ബാബുവിനെ ആശംസകൾ അറിയിക്കുവാനായി ക്ഷണിക്കുന്നു. വേദിയിലുള്ള അധ്യക്ഷൻ, സ്വാഗതം പറഞ്ഞ സെക്രട്ടറി, ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ACP സാർ, വേദിയിലുള്ള മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സംഗമ റെസിഡൻസ് അസോസിയേഷൻ്റെ ഈ 17ാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന സംഗമോത്സവം 2025 വളരെ ഭംഗിയായി തന്നെയാണ്. ഇവിടെ ഇപ്പോൾ പല വാർഷികങ്ങളും നടന്നിട്ടുള്ള വയലാണെങ്കിലും കൂടി എൻ്റെ റെസിഡൻസ് നടത്തിയ വയലാണ്. എന്നാലും ഇത് ഒരു പ്രത്യേക ഉണർവ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ മരങ്ങൾക്ക് മുകളിലുള്ള ബലൂണുകളും എല്ലാ സാധനങ്ങളും കൊണ്ട് വർണ്ണശബളമായ പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ തന്നെ പല കലാപരിപാടികളും വേഷവിധാനം ചെയ്ത് ബാക്കിൽ കാത്തിരിക്കുന്നുണ്ട്.
അതുകൊണ്ട് കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല. ഈ സംഗമത്തിൻ്റെ ഈ സംഗമോത്സവം 2025 ഈ വാർഷിക പരിപാടിയിലേക്ക് എൻ്റെ പേരിലും എൻ്റെ അസോസിയേഷനായ ജനമിത്ര റെസിഡൻസ് അസോസിയേഷൻ്റെ പേരിലും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. താങ്ക് യു സർ. സംഗമം റെസിഡൻസ് അസോസിയേഷന്റെ പ്രോഗ്രാം കൺവീനർ ശ്രീ KT ദിനേശിനെ നന്ദി പ്രകാശനത്തിനായി ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന പ്രശസ്ത വ്യക്തികളെ, എൻ്റെ സ്വന്തം സംഗമം കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ, ഇന്നിവിടെ ഒരു നന്ദി പ്രകാശനം എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഇതൊരു ഓർമ്മപ്പെടുത്തലുകളും ചില സന്തോഷം പങ്കുവെക്കലും കൂടിയായിട്ടൊരു നിമിഷമായിട്ട് ഞാനിതിനെ കാണുകയാണ്. ഈ അസോസിയേഷൻ ഉണ്ടായ അന്ന് ഞാനിവിടെ ശരിക്ക് ഈ അസോസിയേഷൻ മെമ്പറായിട്ട് 10 വർഷമായി. 2014 ഈ അസോസിയേഷൻ വരുന്നത്. 10 വർഷമായിട്ട് ഈ അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങളിൽ എൻ്റേതായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തിക്കാനും മറ്റുള്ളവരുടെ കൂടെ പരിചയം പുതുക്കാനും എല്ലാം എനിക്ക് സാധിച്ചു. ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്, നമ്മൾ ഒരു അസോസിയേഷൻ തുടക്ക കാലഘട്ടത്തിൽ എന്ത് തരത്തിലുള്ളൊരു കൾച്ചറാണെങ്കിൽ എന്താണ് ആ അസോസിയേഷൻ കൊണ്ട് അതിന് തുടക്കക്കാരായിട്ടുള്ള വ്യക്തികൾ മുന്നിൽ കണ്ടത് എന്നുള്ളൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇന്ന് ശരിക്കും ഇത്രയും വലിയൊരു സംഗമോത്സവം ഇത്രയും വലിയൊരു ഉത്സവമാക്കി മാറ്റാനും നമ്മുടെ അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങൾ ഇത്രയധികം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിച്ചു. തീർച്ചയായിട്ടും ഇതിൻ്റെ തുടക്കക്കാരായിട്ടുള്ള ആൾക്കാർ, 2008 ഇത് തുടങ്ങിയ സമയത്തുള്ള ഒരുപാട് ആൾക്കാർ, എനിക്കിപ്പോൾ എല്ലാവരുടെയും പേര് ഓരോരുത്തരായിട്ട് പറയാൻ കഴിയില്ലെങ്കിലും പ്രത്യേകിച്ചും ഇന്നിപ്പോൾ നമുക്കിവിടെ സ്റ്റേജിലേക്ക് കയറാൻ കഴിയാണ്ട് നിൽക്കുന്ന നമ്മളെ പ്രസിഡൻ്റ് അടക്കമുള്ള ശ്രീ ബാബുവേട്ടൻ തുടങ്ങി ജയേട്ടൻ ആക്ച്വലി ഇന്നിവിടെ എത്തിയിട്ടില്ല ശാരീരിക അസ്വസ്ഥത മൂലം, മണിരാജിനെ പോലുള്ള ആൾക്കാർ, ഭാസ്കരേട്ടനെ പോലുള്ള ആൾക്കാർ, അജിയേട്ടനെ പോലുള്ള ആൾക്കാർ, ഒരുപാട് ആളുകൾ, ഞാൻ പേരെടുത്ത് പറഞ്ഞാൽ തീരില്ല അതിനകത്ത്. ഈ തുടക്കക്കാരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ആക്ച്വലി ഈ അസോസിയേഷൻ എങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ ഒരു അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നത് അവർ മനസ്സിൽ കണ്ട് തയ്യാറാക്കി, അല്ലെങ്കിൽ അവരുടെ മനസ്സിലുണ്ടായിരുന്ന കുറേ വിനോദേട്ടനെ പോലുള്ള ആൾക്കാർ, തീർച്ചയായിട്ടും ഞാൻ വിനോദേട്ടനാണ് തോന്നുന്നു തുടക്കത്തിലുള്ള പ്രസിഡൻറ്റ് സെക്രട്ടറി വിനോദേട്ടനാണ് തോന്നുന്നു. എന്തായാലും എല്ലാ ആൾക്കാരും ആ തുടക്കത്തിലുണ്ടായിരുന്ന ഓരോ ആൾക്കാരും ഇതിനെക്കുറിച്ച് കണ്ട നല്ല കാഴ്ചപ്പാടുകളാണ് ഇന്ന് നമുക്ക് ഇത്രയും വലിയൊരു പ്രോഗ്രാം നമുക്കിവിടെ ഉണ്ടാക്കാൻ സാധിച്ചത്. അതുപോലെ തന്നെ ഇന്ന് നേരത്തെ സംസാരിച്ച ഓരോ ആൾക്കാരും പറഞ്ഞ പോലെ നമുക്ക് എല്ലാ പ്രായത്തിലുള്ള ആൾക്കാരും നമുക്കിതിനകത്തുണ്ട്. അവരുടെ കോൺട്രിബ്യൂഷൻസ് എന്തുമാത്രമാണ്, അവരുടെ പ്രവൃത്തികൾ ചിലപ്പോൾ നമുക്ക് സ്റ്റേജിൽ കാണാൻ കഴിയില്ല. സംസാരിക്കുന്ന ഒരാളോ രണ്ടാളോ ആയിരിക്കാം, അല്ലെങ്കിൽ വെളിയിൽ കാണുന്ന 1-2 പേരായിരിക്കാം, അല്ലെങ്കിൽ 10 പേരായിരിക്കാം. പക്ഷേ അതല്ല, ഈ ഒരു വലിയൊരു വേദി അല്ലെങ്കിൽ ഈ അസോസിയേഷൻ അത്രയും വലിയ പ്രവർത്തനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ പുറകിലുണ്ട്. ഞാൻ എല്ലാവരെയും സന്തോഷപൂർവ്വം ഓർക്കുന്നു. ഇന്ന് തീർച്ചയായിട്ടും നമ്മളുടെ ഈ സംഗമോത്സവം വേദി നന്ദി പറയുക എന്നുള്ളതാണ് എൻ്റെ ഔദ്യോഗികമായ കർത്തവ്യം. നമ്മളുടെ അസോസിയേഷൻ സെക്രട്ടറി ശ്രീമതി ജൂസി ശ്യാം, അതേപോലെ അധ്യക്ഷനായിരുന്ന ശ്രീ ഭാസ്കരൻ ബി, അവർക്ക് ഞാൻ എൻ്റെ എല്ലാവിധ അസോസിയേഷൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഞാൻ ആശംസകൾ അർപ്പിക്കുന്നു, നന്ദി അറിയിക്കുന്നു. ഉദ്ഘാടനം നിർവഹിച്ച ഒരുപാട് ഔദ്യോഗിക തിരക്കുകൾക്കിടയിലും നമ്മളിന്ന് രാവിലെയും വിളിച്ചു, കഴിഞ്ഞ ദിവസമൊക്കെ വിളിക്കുന്ന സമയത്തും സംശയം പറഞ്ഞു നമുക്ക് എത്താൻ സാധിക്കും, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടെന്ന് പറഞ്ഞിട്ടും അത്രയും തിരക്ക് പിടിച്ചൊരു സമയത്ത് പോലും ഇവിടെ നമ്മുടെ കൂടെ വരികയും നമുക്ക് നല്ല രീതിയിലുള്ള എന്താ പറയുക ചില കാര്യങ്ങൾ നമുക്കുമായിട്ട് ഷെയർ ചെയ്യാൻ സാധിക്കുകയും ചെയ്ത അസിസ്റ്റൻറ്റ് കമ്മീഷണർ ഓഫ് പോലീസ് ശ്രീ ഉമേഷ് സാറോട് ഞാൻ എൻ്റെ സ്വന്തം പേരിലും അസോസിയേഷൻ്റെ പേരിലുമുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. എപ്പോഴും പറയാറുള്ള പോലെ നമ്മുടെ സ്വന്തം റീജേച്ചി, കൂടുതൽ പറയാതിരിക്കുന്ന റീജേച്ചിനെ കുറിച്ച് നല്ലത്, എന്നും നമ്മുടെ കൂടെ നിൽക്കുന്ന റീജേച്ചി, നമ്മളുടെ വാർഡ് കൗൺസിലർ, എല്ലാ തരത്തിലുള്ള നമുക്ക് സപ്പോർട്ടും തന്നുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ അസോസിയേഷനിൽ വന്നതിനും ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തതിനുമുള്ള അകവ്യമായ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ഈ പ്രോഗ്രാം നടക്കുന്ന ഒരു സെൻട്രൽ സ്ഥലത്താണ്. ഐക്യ റെസിഡൻസ് അംഗങ്ങൾ ഇതിനകത്തുണ്ട്, ജനമിത്രയുടെ അംഗങ്ങൾ ഇതിനകത്തുണ്ട്. അവരെല്ലാം റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് നമ്മളിന്ന് ഇവിടെ എത്തിയിട്ടുള്ള പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ ബോണമ്മ ജോർജ്, ഐക്യ റെസിഡൻസ് സമിതി, അതുപോലെ ശ്രീ പ്രദീപ് ബാബു, ജനമിത്ര അസോസിയേഷൻ്റെ പ്രസിഡന്റ്, ഇവർക്ക് എല്ലാവർക്കും ഞാൻ എൻ്റെ പേരിലും അസോസിയേഷൻ്റെ പേരിലും ഞാൻ നന്ദി അറിയിക്കുന്നു. ഇന്ന് ഈ ഒരു വേദിയെ ഇത്ര കളർഫുള്ളാക്കിയത് ഞാൻ പറഞ്ഞല്ലോ, ഓരോ ആൾക്കാരുടെ പേര് ഒരു പക്ഷേ പറയാൻ നിന്നാൽ അടുത്തൊരു 5 മിനിറ്റ് പേര് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. അതുകൊണ്ട് ഒരാളെയും പ്രത്യേകിച്ച് പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഒരാൾ ഒഴിവായി പോയി എന്നുള്ള വിഷമം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി എല്ലാ കമ്മിറ്റി അംഗങ്ങൾക്കും കൂടെ നിന്ന് ഈ പ്രോഗ്രാമും ഈ വേദിയും ഇത്ര കളർഫുള്ളാക്കാൻ കൂടെ നിന്ന എല്ലാ കമ്മിറ്റി അംഗങ്ങളെയും എല്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും, ഇനി അംഗങ്ങളല്ലാതിരുന്ന ആൾക്കാർ, അവരൊരിക്കലും അംഗങ്ങളല്ല അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് മെമ്പറൊന്നും അല്ലായിരുന്നിട്ട് പോലും സാമ്പത്തികമായിട്ടും അല്ലാതെയും ശാരീരികമായിട്ടും ഒക്കെ സഹായിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇതിനകത്ത് ഇരിക്കുന്നുണ്ട്. എല്ലാവരോടുമുള്ള എൻ്റെ സന്തോഷവും അസോസിയേഷൻ്റെ പേരിലും സംഘാടക സമിതിയുടെ പേരിലുള്ള എല്ലാവിധ നന്ദിയും ഞാൻ അറിയിക്കുന്നു. തീർച്ചയായിട്ടും ഇത് ഏറ്റവും കളർഫുള്ളാവുന്ന നിങ്ങളെപ്പോലുള്ള ആൾക്കാരോട് വന്നിരിക്കുമ്പോഴാണ് എൻ്റെ സ്വന്തം കുടുംബാംഗങ്ങളെ എല്ലാവർക്കും ഇന്നിവിടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിനും
ഈ കാര്യങ്ങൾ ആസ്വദിക്കുന്നതിനുമായി ഇവിടെ എത്തിയ എല്ലാവർക്കും എൻ്റെ പേരിലും സംഘടനയുടെ പേരിലും ഞാൻ നന്ദി അറിയിക്കുന്നു. ഈ പ്രോഗ്രാം വളരെ നല്ലൊരു വിജയമായി ഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.